ഹായ് ഗുഡ് മോർണിംഗ്. സ്മാർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഫസ്റ്റ് ലെസൺ 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ലെസൻ്റെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്തത്. 3 സിവിലൈസേഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ദ ലാസ്റ്റ് വൺ ഹാരപ്പൻ സിവിലൈസേഷൻ. The Harappan civilization was the civilization that existed in Indus Valley during the Bronze Age. അപ്പോൾ ബ്രോൺസ് ഏജിൽ ഇൻഡസ് വാലി സിന്ധു നദീ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു സംസ്കാരമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. It is generally considered to have existed from about 2600 BCE to 1900 BCE. അപ്പോൾ ഏകദേശം 1900-നും 2600-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഹാരപ്പ വാസ് ദ ഫസ്റ്റ് സിറ്റി ടു ബി ഡിസ്കവേർഡ്. അപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ ഇതെന്ന് പറയാൻ ആദ്യമായി കണ്ടുപിടിച്ച ഒരു സിറ്റിയാണ് ഏത്? ഹാരപ്പ. അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിനെ എന്തെന്ന് വിളിച്ചത്? ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിച്ചത്. ദാറ്റ് ഈസ് വൈ ദി സിവിലൈസേഷൻ ഈസ് കാൾഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. സിൻസ് ഇറ്റ് എമർജ്ഡ് ഇൻ ഇൻഡസ് വാലി, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഇത് സിന്ധു നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും അറിയപ്പെടുന്നു. This civilization developed around urban centers. Therefore, this civilization is termed as the first urbanization in India. അപ്പോൾ എന്തെന്ന് അർബൻ സെൻറ്റേഴ്സുകൾ ഈ സിവിലൈസേഷനിൽ ഡെവലപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ സിവിലൈസേഷനെ നമുക്ക് ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ എന്നും വിശേഷിപ്പിക്കാവുന്നതാണ്. സർ ജോൺ മാർഷൽ. Archaeological Survey of India is an organization formed to carry out excavation and preservation of archaeological materials in India. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? ഈസ് ഫോംഡ് ടു ക്യാരി അവർ എക്സ്കവേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പുരാതനമായ വസ്തുക്കളെ കുറിച്ചൊക്കെ പഠനം നടത്തുന്നതിന് വേണ്ടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫോം ചെയ്തിരുന്നത്. Sir John Marshall was the Director General of Archaeological Survey of India from 1902 to 1928. അപ്പോൾ 1902 മുതൽ 1928 വരെ അതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് സർ ജോൺ മാർഷൽ ആയിരുന്നു. ഇറ്റ് വാസ് ദ റിസർച്ച് കണ്ടക്റ്റഡ് അണ്ടർ ഹിസ് ലീഡർഷിപ്പ് ദാറ്റ് ലെഡ് ടു ദി ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഹാരപ്പൻ സിവിലൈസേഷൻസ് കണ്ടെത്താൻ കഴിഞ്ഞത്. Look at the map. Find out the list the major cities of the ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സിറ്റികൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റീസുകൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഏതൊക്കെയാണ്? മോഹൻജദാരോ, ഹാരപ്പ, ലോത്തൽ, കാലിബഗാൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റീസ് എന്ന് പറയുന്നത്. ടൗൺ പ്ലാനിങ്. The major features of the Harappan civilization was ടൗൺ പ്ലാനിങ്. അപ്പം ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ടൗൺ പ്ലാനിങ്, നഗരവൽക്കരണം. They built houses on ബോത്ത് സൈഡ് ഓഫ് ദി സ്ട്രീറ്റിൻ്റെ 2 വശത്തായിട്ടാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ദേ യൂസ്ഡ് ബേൺ ബ്രിക്സ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷന് വേണ്ടി കട്ടകൾ ഉപയോഗിച്ചിരുന്നു. ദ ഡ്രെയിനേജ് സിസ്റ്റം വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. അതേ കണക്കിന് ഡ്രെയിനേജ് സിസ്റ്റം, അവർ നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരുന്നത്. The cities and the drains were planned in such a way that the waste water from the houses were drained out of the city through the drains in the street. അപ്പോൾ ഓരോ വീടുകളിൽ നിന്നും വരുന്ന മാലിന്യമായിട്ടുള്ള വെള്ളം എന്ത് ചെയ്യുന്നു? കളയാനായിട്ട് അവർക്ക് ഈ ഡ്രെയിനേജ് സിസ്റ്റം വരെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു അവിടെ നിലനിന്നിരുന്നത്. ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജദാരോ. മോഹൻജദാരോ വാസ് ദ മേജർ സിറ്റി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റി ആയിരുന്നു മോഹൻജദാരോ. ദ ഗ്രേറ്റ് ബാത്ത് ഈസ് ദ ഡിസ്റ്റിങ്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദിസ് സിറ്റി. അപ്പോൾ ഈ സിറ്റിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകതയായിരുന്നു ഗ്രേറ്റ് ബാത്ത്.
There was a flight of steps on both sides of the enter this tank and it had bathroom. അപ്പോൾ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മഹാസ്നാനഘട്ടം. അപ്പോൾ ഒരു കുളിക്കുന്ന ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് കുളിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കുളം. അപ്പോൾ അതിൻ്റെ അതിനകത്തേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പുകളുണ്ടായിരുന്നു. പിന്നെ എന്താണ്, രണ്ട് വശത്തായിട്ട് കുളിക്കുന്നതിന് വേണ്ടിയുള്ള ബാത്റൂമുകളും ഒക്കെ ഉണ്ടായിരുന്നു. There was also അറേഞ്ച്മെൻറ്റ് ഓഫ് ഫില്ലിംഗ് ഫ്രഷ് വാട്ടർ ആൻഡ് ഡ്രെയിനേജ് ഔട്ട് ഓഫ് വേസ്റ്റ് വാട്ടർ. അത് കണക്ക് തന്നെ കുളിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, ഫ്രഷ് വാട്ടറും അത് കണക്ക് തന്നെ മലിനജലം ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രെയിനേജ് സംവിധാനവും ഒക്കെ നിന്നിരുന്ന ഒരു ഒന്നായിരുന്നു ഇത് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഗ്രാനറി. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദി ഹാരപ്പൻ പീപ്പിൾ. അപ്പോൾ കൃഷി തന്നെയായിരുന്നു ഇവരുടെയും പ്രധാനപ്പെട്ട തൊഴിൽ. എവിഡൻസ് ഓഫ് ദി റൈസ് കൾട്ടിവേഷൻ ഹവ് ബീൻ ഫൗണ്ട് ഫ്രം ദ സൈറ്റ് ലൈക്ക് റാങ്പൂർ ആൻഡ് ലോത്തലിൻ, ഗുജറാത്ത്. അപ്പം ഇവരുടെ കൃഷിയെക്കുറിച്ചും അത് കണക്ക് തന്നെ റൈസ് കൾട്ടിവേഷനെ കുറിച്ചും ഒക്കെ ഒരുപാട് എവിഡൻസുകൾ റായ്പൂർ, രംഗ്പൂറും ലോത്തലും എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. The granary is the most significant historical remains found in Harappa. It is used to store and preserve grains. ഗ്രാനറികളിലാണ് എന്ത് ചെയ്തത്, ആ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത്. ഹാൻഡിക്രാഫ്റ്റ്. ഹാരപ്പൻസ് വെർ സ്കിൽഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്. നോക്കിയാൽ ഇവിടെ കുറേ പിക്ചർ തന്നിട്ടുണ്ട്. വാട്ട് ഡീറ്റെയിൽസ് ഫ്രം ദ ഹാൻഡിക്രാഫ്റ്റ് ഓഫ് ദി ഹാരപ്പൻസ് ഹാവ് ബീൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് പിക്ചേഴ്സ്. ഈ പിക്ചറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു നോക്കിയാൽ. ടോയ്സ് ഉണ്ടാക്കിയിരുന്നു. ദേ യൂസ്ഡ് ടു മേക്ക് ടോയ്സ്, they used to make seals, they used to make jewelry, they used to make clay pot. കൂടാതെ എന്തോ ബ്രോൺസ് സ്കൾപ്ചേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, അവർ ഹാരപ്പൻസ് ഹാൻഡിക്രാഫ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ആയിരുന്നു. നെക്ലസ്, ബ്രേസ്ലെറ്റ് ആൻഡ് ഇയറിങ്സ് മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ, ബോൺസ് ആൻഡ് ഷെൽസ് വെയർ വൈഡ്ലി യൂസ്ഡ്. ദേ മെയ്ഡ് സീൽസ് ഫ്രം ദ ക്ലേ ആൻഡ് സ്റ്റോൺസ്. The toys, clay pots and bronze statues found in Harappan cities all show the artistic skill of the Harappan peoples. അപ്പോൾ ഇങ്ങനെയുള്ള ഹാൻഡിക്രാഫ്റ്റ്സുകളൊക്കെ കണ്ടുപിടിച്ചത് ഇതെന്താണ്, അവരുടെ ആർട്ടിസ്റ്റ് സ്കില്ലിനെ റിവീൽ ചെയ്യാനായിട്ട് ഇത് സാധിക്കുന്നു. ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഹാരപ്പൻ പീപ്പിൾ ഹാഡ് ദെയർ ഓൺ റൈറ്റിങ്സ്. ദേ യൂസ്ഡ് സിമ്പിൾസ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റർ ടു റൈറ്റിങ്സ്. അപ്പോൾ നമ്മൾ 3 സിവിലൈസേഷൻ പഠിച്ചപ്പോൾ അവരുടെ ആർട്ട് ഓഫ് റൈറ്റിങ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഹാരപ്പൻസ് എന്ത് ചെയ്ത് യൂസ്ഡ് സിമ്പിൾസ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ്. ലെറ്ററിൻ്റെ ഭാഗത്ത് സ്ഥലത്ത് സിമ്പിൾസ് ഉപയോഗിച്ച് റൈറ്റിങ്സ് നടത്തിയിരുന്നു. ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ സീൽസ്. സീലുകളിൽ നിന്ന് നമുക്ക് അവരുടെ റൈറ്റിങ്സൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഡിക്ലൈൻ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇൻഡസ് വാലിയിൽ നിലനിന്നിരുന്നത്. ഈ സംസ്കാരത്തിൻ്റെ ഡിക്ലൈൻ, നാശം എങ്ങനെയൊക്കെ ഉണ്ടായെന്ന് നോക്കാം. ദ ഹാരപ്പൻ സിറ്റീസ് ഫേസ്ഡ് ഡിക്ലൈൻ അറൗണ്ട് 1900 BCE. ഏകദേശം ഒരു 1900 BCE ആയപ്പോൾ എന്ത് ചെയ്തു, ഈ സംസ്കാരം ക്ഷയിക്കാൻ തുടങ്ങി. ദർ ആർ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് ദി ഡിക്ലൈൻ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഒരുപാട് കഥകൾ എന്ത് ചെയ്യുന്നു, ഈ സിവിലൈസേഷൻ്റെ നാശത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇത് നോക്കാം. എക്സസീവ് യൂസ് ഓഫ് ലാൻഡിൻ്റെ എക്സസീവായിട്ടുള്ള യൂസ് അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കൂടാതെ ക്ലൈമറ്റിക് ചേഞ്ച്, കാലാവസ്ഥയുടെ മാറ്റം, അത് കണക്ക് തന്നെ ഫ്രീക്വൻറ്റ് ഫ്ലഡ്, ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം, ഡീഫോറസ്റ്റേഷൻ, ഇതൊക്കെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ നാശത്തിലേക്ക് വഴിതെളിച്ചു. Recording the human history of the ancient period is very difficult and laborious task. അപ്പോൾ നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. സിൻസ് നോ റിട്ടൺ എവിഡൻസ് ഈസ് അവൈലബിൾ, വി റിലേ only on archaeological evidence to learn about humans and their livelihood in prehistoric times. അപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് ഇത് എഴുതപ്പെട്ട രേഖകളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അപ്പോൾ അവിടെ ആർക്കിയോളജിക്കൽ റിമെയിൻസിൽ നിന്നാണ് നമുക്ക് പ്രീ ഹിസ്റ്ററിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹിസ്റ്റോറിയൻസ് ആർ റെക്കോർഡഡ് ദ ഹിസ്റ്ററി ഓഫ് ദി ഹ്യൂമൻ സിൻസ് ബിഗിനിങ്
ബൈ അനലൈസിങ് സെർച്ച് ആർക്കിയോളജിക്കൽ എവിഡൻസസ്. അപ്പം ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ ഇങ്ങനെ കിട്ടിയ ആർക്കിയോളജിക്കൽ എവിഡൻസ് അതിൽ പഠനം നടത്തിയതിൻ്റെ ഫലമായിട്ട് കിട്ടിയ എവിഡൻസിൽ നിന്നാണ് എന്ത് ചെയ്തു ഏർലി ഹ്യൂമൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. While fossil remains provide evidence of humans that evolved millions of years ago, stone tools, weapons and cave paintings tell us about the people in stone age. അപ്പം ഹ്യൂമൻ ഫോസിൽസും അത് കണക്ക് തന്നെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഉള്ള ഹ്യൂമൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അവരുടെ സ്റ്റോൺ വെപ്പൺസും ടൂൾസും കേവ് പെയിൻറ്റിങ്സും എല്ലാം എന്ത് ചെയ്ത് അവരിലേക്ക് വെളിച്ചം വീശുന്നു. The beginning of the agriculture and the development of settled life during the Neolithic period were milestone in human history. അപ്പോൾ നിയോലിത്തിക് പീരീഡാണ് ആദിമ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ല് അല്ലേ. അവിടെയാണ് എന്ത് തുടങ്ങിയത്? കൃഷി ആരംഭിച്ചത്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ജീവിതത്തിൽ വികാസങ്ങൾ ഉണ്ടായി. Civilization that emerged in different parts of the world during the Bronze Age revealed the history of the achievement of the humans during that period. The knowledge and the practice formed by the ancient civilization that led to the foundation of our culture. We can use such reminders of the past as stepping stones of the future. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഒരുപാട് സംസ്കാരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തിൻ്റെ ഒരു ചവിട്ടുപടി എന്ന് പറയാം. ആ സംസ്കാരത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരിക്കലും നശിപ്പിച്ച് കളയാതെ ആ സംസ്കാരത്തെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കുക. അത് നമ്മുടെ എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അത് കടമയായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ ലെസൺസ്. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടത്? നമ്മൾ ആദ്യം പിന്നെ ഹ്യൂമൻ ചേഞ്ചസ് പഠിച്ച് അല്ലേ. ഹ്യൂമൻ പലതരത്തിലുള്ള പിന്നെ ഹ്യൂമൻസിനെ കുറിച്ച് പഠിച്ചു. അത് കണക്ക് തന്നെ സ്റ്റോൺ ഏജിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ക്ലാസ് നല്ലതുപോലെ കേൾക്കുക, ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ടീച്ചർ പറഞ്ഞു തന്നിട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.